നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊഴിഞ്ഞമ്പാറയിൽ സിപിഎം വിമത നീക്കങ്ങൾക്കു പിറകെ ഡിവൈഎഫ്ഐയിലും പൊട്ടിത്തെറി. നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ കൺവെൻഷൻ നടത്തി. സിപിഎം ജില്ലാ നേതൃത്വത്തിന് കൺവെൻഷനിൽ രൂക്ഷ വിമർശനം. ആദർശങ്ങളും പ്രത്യയശാസ്ത്രവും വിറ്റുതുലയ്ക്കുന്ന നേതൃത്വത്തെ അംഗീകരിക്കില്ലെന്ന് വിമതപക്ഷം. യുവജന സംഘടനയിൽ വിമത നീക്കം ശക്തമാകുന്നത് കൊഴിഞ്ഞമ്പാറയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് സിപിഎം നേതൃത്വം ആവർത്തിക്കുന്നതിനിടെ കരുവന്നൂർ ബാങ്കിലെ ഒരു വായ്പാ തട്ടിപ്പ് കൂടി പുറത്ത്. വിധവയുടെ പേരിൽ വ്യാജ വായ്പയെടുത്തെന്ന പരാതിയിൽ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. മുൻ മാനേജർ ബിജു കരീം നടത്തിയത് 35 ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പെന്ന് പരാതിക്കാരി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പു കേസുകളിൽ സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ കോടതി ഇടപെടൽ ഇതാദ്യം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച നാട്. വിവിധ കേന്ദ്രങ്ങളിൽ സർവകക്ഷി അനുശോചന യോഗങ്ങളും മൗനജാഥയും. അനുശോചന പരിപാടികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. കൊഴിഞ്ഞമ്പാറയിൽ സിപിഎമ്മിലെ പൊട്ടിത്തെറിക്ക് പിറകെ ഡിവൈഎഫ്ഐയിലും പൊട്ടിത്തെറി. നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ കൺവെൻഷൻ വിളിച്ചു ചേർത്തു. കൊഴിഞ്ഞമ്പാറയിൽ പാർട്ടിയിലെ വിമത നീക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്ന് നേതൃത്വം ആവർത്തിക്കുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐയിലും വിമത നീക്കം ശക്തമായിരിക്കുന്നത്. സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് കൊഴിഞ്ഞാമ്പാറ 1-2 ലോക്കൽ കമ്മിറ്റികളിലെ AC, LC ഭാരവാഹികൾ വിമത നീക്കവുമായി നേരത്തെ രംഗത്തു വന്നത്. പ്രശ്നപരിഹാരത്തിനായി വിവിധ രീതിയിൽ പല തലത്തിൽ നേതൃത്വം ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. നേതൃത്വത്തെ വെല്ലുവിളിച്ചവർ പാർട്ടിയുടെ കൊടിയും ചിഹ്നവും ഉപയോഗിച്ച് കൺവെൻഷൻ വിളിച്ചു ചേർക്കുകയും EMSന്റെ പേരിൽ ഓഫീസ് സംവിധാനം തുറന്ന് സമാന്തര പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഡിവൈഎഫ്ഐയിലും സമാന്തര പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കൊഴിഞ്ഞാമ്പാറ 1-2 LCകൾക്കു കീഴിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി നിരവധി ഭാരവാഹികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐയുടെ കൊടിയും ചിഹ്നവും ഉപയോഗിച്ച് കൺവെൻഷൻ നടത്തുന്നവരുടെ പ്രധാന ആരോപണം നേതൃത്വം ആമാശയത്തിനായി അടിയറ വയ്ക്കുന്നുവെന്നാണ്. ആശയത്തെയും പ്രത്യയശാസ്ത്രത്തെയും വിറ്റുതുലയ്ക്കുന്ന നേതൃത്വത്തെ അംഗീകരിക്കില്ലെന്നാണ് നേതൃത്വത്തെ ധിക്കരിച്ച് കൺവെൻഷൻ വിളിച്ചു ചേർത്തവരുടെ നിലപാട്. കൺവെൻഷനിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അതിൻ്റെതായ അച്ചടക്കപരമായ സംഘടനാ മര്യാദയുണ്ട്. ഒരു യൂണിറ്റിൽ അംഗമല്ല, യൂണിറ്റിൽ പ്രവർത്തിച്ചിട്ടില്ല, യൂണിറ്റ് മെമ്പർഷിപ്പും ഇല്ല. അദ്ദേഹത്തെ പിടിച്ചാണ് മേഖല സെക്രട്ടറി ആക്കിയിട്ടുള്ളത്. ഇങ്ങനെ തോന്നുന്ന രീതിക്ക് ഒരു പ്രസ്ഥാനത്തെ ആരുടെയെങ്കിലും കാൽച്ചൂട്ടിൽ കൊണ്ടുവയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വിമത കൺവെൻഷൻ വി ശാന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കെ മനോജ് അധ്യക്ഷത വഹിച്ചു. അരുൺലാൽ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് കമ്മിറ്റി അംഗം ശ്രീജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് M സതീഷ്, റിയാസുദ്ദീൻ, രതീഷ്, ഗാന, കാളിദാസ്, ഷാരോൺ, അൻസാരി, സദ്ദാം ഹുസൈൻ, ഷിജു, ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരുവന്നൂർ ബാങ്കിലെ ഒരു വായ്പാ തട്ടിപ്പ് കൂടി പുറത്ത്. സ്ഥലമുടമ അറിയാതെ 35 ലക്ഷം രൂപ വായ്പ എടുത്തെന്ന പരാതിയിൽ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. 5 ലക്ഷം രൂപ വായ്പയെടുക്കാൻ ഈട് നൽകിയ ആധാരത്തിന്മേലാണ് ഉടമ അറിയാതെ മുൻ ബാങ്ക് മാനേജർ 35 ലക്ഷം രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർ ബിജു കരീമിനെതിരെയാണ് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത്. ഇരിങ്ങാലക്കുട മൂർക്കനാട് സ്വദേശി പൊയ്യാറ പരേതനായ ഗൗതമിന്റെ ഭാര്യയും വിധവയുമായ ജയ്ഷ നൽകിയ പരാതിയിലാണ് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. 2013 ജയ്ഷയുടെ ഭർത്താവ് ഗൗതം 5 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. അത് 2018 അടച്ചു തീർക്കുകയും ചെയ്തു. പിന്നീട് 2022 ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തി നോട്ടീസ് നൽകിയപ്പോഴാണ് വ്യാജ വായ്പയുടെ വിവരം ജയ്ഷ അറിയുന്നത്. തങ്ങളുടെ അറിവോടെയല്ല വായ്പ എടുത്തത് എന്ന വിവരം ബാങ്കിനെ ധരിപ്പിച്ചെങ്കിലും ബാങ്ക് ചെവികൊണ്ടില്ല. ഇതോടെ കോടതിയിൽ പരാതി നൽകുകയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ ആള് മരിക്കുന്നതിന് മുന്നേ ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായത് കൊടുത്ത് ഞങ്ങൾ കടക്ക് വീട്ടി.
പിന്നെ അത് കഴിഞ്ഞിട്ട് ആള് വയ്യാതെ കിടപ്പോയി. 2018 ആള് മരിച്ചു. അതിനുശേഷമാണ് ഇങ്ങനെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നേക്കണം. 35 ലക്ഷം ലോണുണ്ട്, അത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പോലീസിലും ക്രൈംബ്രാഞ്ചിലും ഒക്കെ പോയി കേസ് കൊടുത്തു. പക്ഷെ അവർ ബാങ്കിലെ രേഖകളും ഒപ്പുകളൊക്കെ കാണിച്ച് ഞങ്ങളെ തിരിച്ചയച്ചു. പിന്നെയാണ് ഞങ്ങൾ കോടതിനെ സമീപിച്ചത്. ഇത്രയും പേർക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, വന്നിട്ടില്ല. പിന്നെ എന്തുണ്ടെങ്കിലും എന്നോട് പറയണതാണ്, പക്ഷെ ഈ കാര്യം മാത്രം പറഞ്ഞിരുന്നില്ല. ഇതാദ്യമായാണ് സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കോടതി ഉത്തരവ് വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അഖില കേരള വായനോത്സവ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന മത്സരങ്ങളിൽ 200ഓളം പേർ പങ്കെടുത്തു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ അഖില കേരള വായനോത്സവത്തിന്റെ താലൂക്ക് തല മത്സരമാണ് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു വായനോത്സവം ഉദ്ഘാടനം ചെയ്തു. മാത്രമാണ് ഷർട്ട് ഇട്ടിരുന്നത്. ബാക്കി എല്ലാവരും ഏതെങ്കിലും പണി കഴിഞ്ഞ് അതേപാട് ക്ലാസ് മുറിയിലേക്ക് കയറി വരുന്ന കാലമായി. പട്ടിണി എന്ന് പറയുന്നത് എഴുതി പഠിക്കുന്ന ഒരു വാക്കല്ല, മറിച്ച് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കാലമുണ്ടായി. പക്ഷെ അന്ന് വായനശാലയ്ക്കകത്ത് അതിൻ്റെ പോലായിരിക്കുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് വിശപ്പുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക. വായന കൊണ്ട് നിങ്ങൾക്ക് വിശപ്പിനെ മറക്കാൻ കഴിയും. 200ഓളം പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MP മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T സത്യൻ മാസ്റ്റർ, രാജൻ മാസ്റ്റർ, രാമൻകുട്ടി മാസ്റ്റർ, രാമചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ സർവകക്ഷി യോഗം നടന്നു. ഓങ്ങല്ലൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സർവകക്ഷി അനുശോചന യോഗത്തിൽ ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യൂസഫ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ്, ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ AM നാരായണൻ, മുസ്തഫ പോക്കുപടി, അഡ്വക്കേറ്റ് M രാമദാസ്, C പ്രശാന്ത്, റഹീം ഓങ്ങല്ലൂർ, MR ജയശങ്കർ, അബ്ദുൽ ലത്തീഫ് ദാരിമി, നാസർ കാരക്കാട്, CP ബാബു, അസ്കർ പോക്കുപടി തുടങ്ങിയവർ സംസാരിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ അടക്കം പല സ്ഥാനങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയും അതൊക്കെ നല്ല രീതിയിൽ വളരെ നേട്ടകരമായി കൊണ്ടു നടക്കുവാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രാജ്യസഭയിൽ 1991 മുതൽ അദ്ദേഹം അംഗമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ചെറുതുരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, കോൺഗ്രസ് നേതാവ് OU ബഷീർ, മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം, CPM നേതാവ് ഹരിദാസ്, BJP നേതാവ് VC ഷാജി, CPI നേതാവ് കുഞ്ഞുഞ്ഞു, RSP പ്രതിനിധി P പ്രസാദ്, ജനതാദൾ പ്രതിനിധി കേശവൻ, സുലൈമാൻ സേട്ടു വിഭാഗം നേതാവ് ഷാജി പള്ളം, കോൺഗ്രസ് നേതാവ് തമ്പി മണി തുടങ്ങിയ കക്ഷി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ പങ്കെടുത്ത് സംസാരിച്ചു. ഈ രാജ്യത്ത് ഒരാളുണ്ടാകണമെന്ന് കരുതി ഈ രാജ്യത്തിന് വേണ്ടി അർപ്പിച്ച ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കുറച്ച് സംസാരിക്കുകയും പ്രതിവാദങ്ങൾ ഒഴിവാക്കുകയും കൂടുതൽ പ്രവർത്തിക്കുക എന്ന നയമാണ് രാഷ്ട്രീയക്കാരനായിരുന്നപ്പോഴും ഐക്യജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി സന്ദർശിച്ചപ്പോഴും അദ്ദേഹം നിലപാടെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് V വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ അധ്യക്ഷത വഹിച്ചു.
നേതാക്കളായ പി ദിവാകരൻ, പി എസ് രാധാകൃഷ്ണൻ, കെ സി അബ്ദുൾ റഹ്മാൻ, കെ ഷമീർ, കെ എ ബഷീർ, കെ ശശികുമാർ, പി സൂര്യനാരായണൻ, എ ജയരാമൻ മാസ്റ്റർ, കെ പി ഷീജ, ചാമി, പി മോഹനകുമാരി, ഷാജി ജോസഫ്, കെ കുഞ്ഞിമുഹമ്മദ്, എം പി അക്ഷയ്, കെ ഷാജി, അബ്ദുൽ ഖാദർ, പി ബാലചന്ദ്രൻ, പി സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ മുള്ളൂർക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി MH അബ്ദുൽ സലാം, CPI പ്രതിനിധി സുലൈമാൻ, BJP ജില്ലാ നിർവാഹക സമിതി അംഗം PK മോഹൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KM മുഹമ്മദ്, മുസ്ലിം ലീഗ് പ്രതിനിധി PV അലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തലമുറകൾ അനുസ്മരിക്കുന്ന തരത്തിൽ പ്രവർത്തനം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. അദ്ദേഹം ഇന്ന് നമ്മൾ കാണുന്ന രാഷ്ട്രീയത്തിൽ ഗിമ്മിക്കുകളൊന്നും അറിയാത്ത വ്യക്തിയായിരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്ന ഒരു വാചകമുണ്ട്, രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രസേവനമാണ്. ആ വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരു ഭരണാധികാരി ഏതു തരത്തിൽ പ്രവർത്തിക്കണമെന്ന് ഭാരതത്തിന് കാണിച്ചു കൊടുത്ത ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി KA അബൂബക്കർ സ്വാഗതവും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുലൈമാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തിയിൽ നടന്ന ദേശീയ കഥകളി മഹോത്സവത്തിനും കഥകളി സ്കൂളിന്റെ 16ാം വാർഷികത്തിനു സമാപനമായി. സമാപന സമ്മേളനം പ്രശസ്ത നർത്തകി കലാമണ്ഡലം ക്ഷേമാവതി ഉദ്ഘാടനം ചെയ്തു. ഇതിൽ നൃത്തം ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ആനന്ദം, ആസ്വാദനം മാത്രമാവരുത്. ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ എന്ന് വെച്ചാൽ ആ ക്ലാസ് മുടങ്ങരുത്. ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പരിപാടിക്ക് വേഷം കെട്ടി കളിക്കുക എന്നുള്ളതല്ല ഡാൻസ്. അതിനെ അടുത്തറിയുക. എന്താണ് ഓരോ കലയിലും എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, ഇതെല്ലാം നല്ല മനസ്സിലാക്കി വൃത്തിയായിട്ട് അതിനെ ദൈവികമായ ചിന്തയോടുകൂടി ഭക്തിയോടുകൂടി, ഇതൊക്കെ ഒരു സാധനയാണ്. വർഷങ്ങളോളം ഇപ്പോൾ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇപ്പം എന്നെ കുറേ പുകഴ്ത്തി പറഞ്ഞു. എനിക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. 61 വർഷമായിട്ട് ഞാനിപ്പോഴും ഫീൽഡിൽ നിൽക്കുന്നത്. എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടന്ന സമാപന സമ്മേളനത്തിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്കും അനുശോചനം രേഖപ്പെടുത്തി. സംഘാടക സമിതി അംഗം V മുരളി അധ്യക്ഷത വഹിച്ചു. വിവിധ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. കലാമണ്ഡലം മുൻ നൃത്തമേധാവി കലാമണ്ഡലം സുജാത മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് ഓമന കൃഷ്ണകുമാർ, ശ്രീജ ബാബു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ സ്വാഗതവും സ്കൂൾ സെക്രട്ടറി KS സുമേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ദുര്യോധനവധം കഥകളിയും 130 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ ജില്ലാതല കുട്ടി കർഷകർക്കുള്ള കാർഷിക ക്വിസ് നടത്തി. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകർക്കുള്ള അവാർഡ് നേടിയ A അനാമിക ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ചു. വായനശാല സ്ഥാപകനും സെക്രട്ടറിയുമായ അജേഷ് മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. GHSS കോട്ടായിലെ MD ദിൽഷ 1ാം സ്ഥാനവും, GUPS കോങ്ങാലിലെ KR അജിൻ കൃഷ്ണ 2ാം സ്ഥാനവും, GUPS പുത്തൂരിലെ S ഷിഹാൻ 3ാം സ്ഥാനവും നേടി. കുത്തന്നൂർ NGBSലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന S ശിഖ പ്രത്യേക സമ്മാനത്തിന് അർഹമായി. വായനശാല വൈസ് പ്രസിഡന്റ് P ആകേഷ് സ്വാഗതവും ലൈബ്രറിയൻ V ചിത്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്തിരിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1982-83 ബാച്ചിന്റെ
പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഭയം വരുമ്പോൾ അത് ഭയമാണെന്ന് തോന്നാതിരിക്കത്തക്കവണ്ണമുള്ള ഒരു മനസ്സിൽ വരുമ്പോൾ ഭയം അറിയാവുന്നില്ല. ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഭാഷയാണ്. പല രീതികളിലും ചൊല്ലാൻ കഴിയാതെ നമുക്ക് തന്നെ ഊർജ്ജം പകരുന്ന ഭാഷയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബാച്ച് 82-83 ബാച്ച് ഒരുപാട് കാലം നേരത്തെ ബാച്ചാണ്. ഞാനത് റിട്ടയർ ചെയ്തിട്ട് 30 വർഷമായി. ചങ്ങാതിക്കൂട്ടം എന്ന നാമകരണത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ ഓർമ്മത്തണൽ സ്മൃതി മണ്ഡപം 1982-83 കാലഘട്ടത്തിൽ സ്കൂൾ ലീഡറായിരുന്ന അൻവർ ഹുസൈൻ സ്കൂളിന് സമർപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക അനിത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഴയകാല അധ്യാപകരായ ഭാരതി, ഓമന, രാജഗോപാലൻ, സൗദാമിനി, രാധ, ലൈല, രാഘവൻ, പൂർവ്വ വിദ്യാർത്ഥികളായ സതീഷ് പി, സുബ്രഹ്മണ്യൻ ദേവി, ഗോപാലകൃഷ്ണൻ, ശോഭ, ശശി നഗരിപ്പുറം എന്നിവർ സംസാരിച്ചു. ഉച്ചഭക്ഷണവും കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി പനൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റമ്പലം കരിങ്കൽ വിരിച്ചതിന്റെയും നവീകരിച്ച ക്ഷേത്ര പ്രവേശന കവാടത്തിന്റെയും സമർപ്പണം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. സമർപ്പണ ചടങ്ങിൽ പാരമ്പര്യ ട്രസ്റ്റി OM നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ A രാമസ്വാമി, M ദണ്ഡപാണി മാസ്റ്റർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. R വേണുഗോപാലൻ, വാർഡ് മെമ്പർ ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ KK രഘുനാഥ് സ്വാഗതവും ക്ഷേത്ര ജീവനക്കാരൻ MV മോഹനൻ നന്ദിയും പറഞ്ഞു. അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ സമർപ്പണ ചടങ്ങ് നടന്നത്. ക്ഷേത്രത്തിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും വൃത്തിയായി ഭംഗിയായി സംരക്ഷിച്ചു നൽകുന്നതായി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊഴിഞ്ഞമ്പാറയിൽ CPM വിമത നീക്കങ്ങൾക്കു പിറകെ DYFIയിലും പൊട്ടിത്തെറി. നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ കൺവെൻഷൻ നടത്തി. CPM ജില്ലാ നേതൃത്വത്തിന് കൺവെൻഷനിൽ രൂക്ഷ വിമർശനം. ആദർശങ്ങളും പ്രത്യയശാസ്ത്രവും വിറ്റുതുലയ്ക്കുന്ന നേതൃത്വത്തെ അംഗീകരിക്കില്ലെന്ന് വിമതപക്ഷം. യുവജന സംഘടനയിൽ വിമത നീക്കം ശക്തമാകുന്നത് കൊഴിഞ്ഞമ്പാറയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് CPM നേതൃത്വം ആവർത്തിക്കുന്നതിനിടെ കരുവന്നൂർ ബാങ്കിലെ ഒരു വായ്പാ തട്ടിപ്പ് കൂടി പുറത്ത്. വിധവയുടെ പേരിൽ വ്യാജ വായ്പയെടുത്തെന്ന പരാതിയിൽ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. മുൻ മാനേജർ ബിജു കരീം നടത്തിയത് 35 ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പെന്ന് പരാതിക്കാരി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പു കേസുകളിൽ സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ കോടതി ഇടപെടൽ ഇതാദ്യം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച നാട്. വിവിധ കേന്ദ്രങ്ങളിൽ സർവകക്ഷി അനുശോചന യോഗങ്ങളും മൗനജാഥയും. അനുശോചന പരിപാടികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.